വീണ്ടും റിവീൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രഭാത ചിന്ത സങ്കീർത്തനം 48:7 നീ കിഴക്കൻ കാറ്റുകൊണ്ട് തർശീശ് കപ്പലുകളുടെ ഉടച്ചു കളയും. നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളുടെ യഹോവയുടെ നഗരത്തിൽ, നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ കണ്ടിരിക്കുന്നു, ദൈവം അതിനെ സദാകാലത്തേക്കും സ്ഥിരമാക്കും. നീ കിഴക്കൻ കാറ്റുകൊണ്ട് തർശീശ് കപ്പലുകൾ, വേദപുസ്തകവാരിയും പല കാറ്റുകളുണ്ടെങ്കിൽ കിഴക്കൻ കാറ്റ്, ഒത്തിരി തെക്കൻ കാറ്റ്, മന്ദമാരുതൻ. ഞാൻ പറയട്ടെ, വഴിയില്ലാത്തവൻ വഴി തുറക്കും. വചനം പറയുന്നവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കും. ദൂതനെ അയച്ച്, അതുകൊണ്ടാണ് ദൈവത്തിന് പറയാൻ ധൈര്യമുള്ളത്. അതുകൊണ്ടാണ് അവൻ്റെ വാഗ്ദത്തം. വെള്ളത്തിലൂടെ നീ പോകുമ്പോൾ ഈ വെള്ളം നിന്നെ കവിയത്തില്ല. നീ തീയിലൂടെ കടന്നു പോകുമ്പോൾ ഈ തീ നിന്നെ ദഹിപ്പിക്കത്തില്ലെന്ന് ദൈവത്തിന് പറയാൻ കഴിയുന്നത്. ഇതെല്ലാം അവൻ്റെ കൽപ്പനകളെ അനുസരിക്കും. സകല പ്രകൃതിയും അവൻ്റെ കൽപ്പനയെ അനുസരിക്കും. അതുകൊണ്ടാണ് തർശീശ് കപ്പലുകൾ ഉടച്ചു കളയുന്നു. കേട്ടതുപോലെ സൈന്യങ്ങളുടെ യഹോവയുടെ നഗരത്തിൽ, നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ അത് കണ്ടിരിക്കുന്നു, സദാകാലത്തേക്കും സ്ഥിരമാക്കി. നിങ്ങൾ നല്ല പ്രവൃത്തി തുടങ്ങിയവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. എല്ലാ വിഷയങ്ങളും ചെങ്കടലിന് മുമ്പിൽ ഇസ്രായേൽ മക്കൾ വന്ന് നിൽക്കുമ്പോൾ അവരോ പറവോനോ ആരും ഒരിക്കൽ പോലും നെവർ എവർ ദേ ഇമാജിൻഡ് ദൈവം അവർക്ക് വേണ്ടി ഒരു വഴി തുറക്കുക. അതാണ് നമ്മുടെ ദൈവം. വഴി അടയ്ക്കുന്നവനല്ല, വഴി തുറക്കുന്നവനാണ്. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില ജീവിതങ്ങളോട് പറഞ്ഞതിൻ്റെ മുമ്പിൽ ഞാൻ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടണമെന്ന് പറഞ്ഞാൽ നിൻ്റെ വിഷയത്തിൻ്റെ പേര് മാനുഷിക ബുദ്ധി മാറ്റിവെച്ചിട്ട് കർത്താവെ ഞാൻ ഫേസ് ചെയ്യുന്നു. കർത്താവെ, നിൻ്റെ മുമ്പിൽ ഞാൻ വെച്ചിരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ നിൻ്റെ കരമൊന്ന് ചലിക്കണമേ, നിൻ്റെ മഹത്വം ഞാനൊന്ന് കാണട്ടെ. ആ മോശയോട് ദൈവം പറഞ്ഞ് ജനത്തിന് അറച്ചു കൊടുക്കാൻ പോകും. മോശ മൃഗങ്ങളുടെ എണ്ണം എണ്ണി, എന്നാലേ ദൈവം വചനം പറയുന്നവന് കാറ്റടിപ്പിച്ച്, ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ച് കാടകളെല്ലാം സമുദ്രത്തിൽ നിന്ന് വന്ന് ഇസ്രായേൽ പാർക്കുന്ന കൂടാരത്തിൻ്റെ മേൽ പറക്കുക. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. അതുകൊണ്ട് ധൈര്യത്തോടെ വിശ്വസിച്ചു. കർത്താവ്, എൻ്റെ ഈ വിഷയത്തിൽ നിൻ്റെ ദൂതനെ അയച്ച്, ദൈവമേ നിൻ്റെ ഒരു മഹത്വം കാണാൻ ഞാൻ വെയിറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ നീ കാത്തിരുന്നാൽ, അതാ വചനം പറയുന്ന കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. നീ കാത്തിരുന്നാൽ ഒരു പ്രവൃത്തി ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. മറന്നു പോകില്ല. ദൈവത്തിന് എങ്ങനെയും പ്രവർത്തിക്കാൻ കഴിയും. അവൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക, അവനിൽ വിശ്വസിക്കുക. ദൈവം നിങ്ങളുടെ ഗുരുനാളും കൈവിടുകയില്ല. നിങ്ങൾക്ക് ഇത് അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ദൈവം അനുഗ്രഹിക്കട്ടെ.